ഹായ് ഗായ്സ്, ഹായ്. സോ വെൽക്കം ബാക്ക് ടു അനദർ ഗ്രേറ്റ് വീഡിയോ. അപ്പൊ നമുക്ക് മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യാണ്. അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ മാത്സിലെ തന്നെ മറ്റൊരു ഭാഗമായിട്ടുള്ള മാത്സിലെ ഒന്നാമത് ചാപ്റ്റർ തന്നെ അതിലെ മറ്റൊരു ഭാഗമായിട്ടുള്ള സെറ്റുകൾ എന്നൊരു ഭാഗത്തിലെ മറ്റൊരു ടോപ്പിക്കായ സബ്സെറ്റ്സ് അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ഈസി ആണ് എന്ന് ഞാൻ പറയും, ഈസിയാണ് സബ്സെറ്റ്. ഓക്കെ, അപ്പം തുടങ്ങിയല്ലേ എന്നാല് ലെറ്റ്സ് ഗോ. കഴിഞ്ഞ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം. സബ്സെറ്റുകളുടെ കേസ് എന്ന് പറയുമ്പോൾ നമുക്ക് ചൂസ് ചെയ്യേണ്ട സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു സി പോലുള്ള ഇതാണ് സബ്സെറ്റ് എന്ന് പറയുന്നത്. കൊണ്ട് അല്ലെങ്കിൽ സബ് സെറ്റ് ഓഫ് സിമ്പിൾ ഓർത്ത് വെച്ച് നിങ്ങള് സബ്സെറ്റും. ഓക്കെ, ഞാൻ ഇവിടെ ഒരു രണ്ട് സെറ്റ് ചെയ്താൽ പോവാണ്. നോക്കിയോ, എ ഇസ് ഈക്വൽ ടു പോസ്റ്റർ ഫോമിലാണ് 1 2 3 എന്നും and b is equal to 1 2 3 4 5 എന്ന് നമുക്ക്. ഓക്കെ, രണ്ട് സെറ്റുകൾ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇത് വലിയ കൺഫ്യൂഷൻസ് ഒന്നും വരാനില്ല. രണ്ട് സെറ്റുകൾ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഒന്ന് സെറ്റ് എയും സെറ്റ് ബിയും ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, വലിയ കുഴപ്പങ്ങൾ ഒന്നുമില്ല. സെറ്റ് എയും ഞാൻ എഴുതി, ആൻഡ് സെറ്റ് ബിയും ഞാൻ എഴുതി. എന്നാണ് ചോദിക്കട്ടെ, ഞാൻ ഇതിനെ എ സബ്സെറ്റ് ഓഫ് ബി എനിക്ക് മനസ്സിലായില്ല. അതായിരിക്കും നിങ്ങളെ മൈൻഡ്. ഞാൻ പറഞ്ഞുതരാം. അതായത് എ എന്ന് പറയുന്ന ഒരു സെറ്റില് ഉള്ള എലമെന്റുകളാണല്ലോ 1 2 3 അല്ലേ? അതേപോലെ ബി എന്ന് പറയുന്ന ഒരു സെറ്റിലെ എലമെന്റ് ആണല്ലോ 1 2 3 4 5 എന്നത്. അപ്പൊ അതിന്റെ ഇടയിൽ സബ്സെറ്റ് എന്താവുന്നത്? അതായത് ഒന്നിലുള്ള 3 എലമെന്റ്സ് രണ്ടാമത്തെ സെറ്റിലുള്ള വന്നിട്ടില്ല, രണ്ടാമത്തെ സെറ്റിലേക്ക് വന്നിട്ടില്ലേ? മനസ്സിലായില്ല എന്നോട് പറയാം, ശ്രദ്ധിച്ചോ. എ എന്ന് പറയുന്ന ഒരു സെറ്റ് ഞാൻ ഇവിടെ എഴുതി, 1 2 3 എന്ന സെറ്റ് ഞാൻ ഇവിടെ എഴുതി. പക്ഷേ രണ്ടാമത്തെ സെറ്റിലേക്ക് വരുമ്പോൾ എ എന്ന് പറയുന്ന സെറ്റിൽ വന്നിട്ടുള്ള നമ്പറുകൾ ആദ്യത്തെ 3 പ്രാവശ്യം റിപ്പീറ്റ് ആയി. കണ്ടോ, 1 2 3 എന്ന് റിപ്പീറ്റ് ആയി. അപ്പൊ അതിനെ എന്ത് പറയാം? എ സബ്സെറ്റ്. എ എന്ന് പറയുന്നതിലെ സബ്സെറ്റ് ആണ് എന്ത്? പി എന്ന് നമുക്ക് പറയാം. എ സബ്സെറ്റ് ഓഫ് ബി, എ സബ്സെറ്റ് ഓഫ് ബി. അതായത് ഇതാണ് മെയിൻ സെറ്റ്. ആ മെയിൻ സെറ്റിൽ ഒരു സബ്സെറ്റ് ആണ്. ദാറ്റ്സ് ഇറ്റ്. അത് കത്തിയിട്ടുണ്ടോ നിങ്ങൾക്ക്? സബ്സെറ്റ് ഓഫ് ബി എന്ന് പറയാം. അഥവാ ഇതിന് മറ്റൊരു പേരൊക്കെ പറയും. എ എന്ന് പറഞ്ഞാല് എ എന്ന് പറയുമ്പോൾ സബ്സെറ്റും, എ എന്ന് പറയുമ്പോൾ സബ് സെറ്റും, ബി എന്ന് പറയുമ്പോൾ സൂപ്പർ സെറ്റ് എന്നൊക്കെ പറയും. സൂപ്പർ സെറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാം ഇൻക്ലൂഡഡ് ആണ്. അതായത് എ എന്ന് പറയുന്നതിലും ബി എന്ന് പറയുന്നതിലും ഇൻക്ലൂഡഡ് ആണ്. അതിൽ എ എന്ന് പറയുന്ന സെറ്റിലുള്ള എലമെന്റ്സ് ഒക്കെ ബിയിലുണ്ട്. അതുകൊണ്ട് ഇത് സൂപ്പർ സെറ്റ് അല്ലേ? ഓക്കെ, നേരെ മറിച്ച് ഇവിടെയാണ് അധികം, ഇവിടെ കുറവാണെങ്കിൽ ഇത് സൂപ്പർ സെറ്റ്, അങ്ങനെ പറയാം. ഓക്കെ, അത് കിട്ടിയിട്ടുണ്ടോ? സബ്സെറ്റിന്റെ കേസ്. ഓക്കെ, നമുക്കൊരു ചോദ്യം ചെയ്യാം. ഓക്കെ, ഒരു ചോദ്യം ചെയ്യാം. ഒരു വൃത്തിയായിട്ടുള്ളൊരു ചോദ്യം ചെയ്ത് നോക്കാം. നിങ്ങൾ റെഡി അല്ലേ? ഞാൻ റെഡിയാണ്. ചോദിച്ചു നോക്കാം. ഞാനിവിടെ രണ്ട് സെറ്റ് ചെയ്താൽ പോവാണ്. എ ബി സി എന്ന് പറഞ്ഞ സെറ്റ്. ഓക്കെ, 1 2 നോക്കിവിടെ ഞാൻ 3 4 5 1 2 3 4 5. ഇതിലേതാണ്? ഞാനിവിടെ 3 സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലേതാണ് സൂപ്പർ സെറ്റ്? ഇതിലേതാണ് സൂപ്പർ സെറ്റ്? വേഗം പറഞ്ഞു. ഇതിലേതാണ് സൂപ്പർ സെറ്റ്? നോക്കി നോക്കാം. എ എന്ന് പറയുന്ന സെറ്റിൽ 1 ഉം 2 ഉള്ളൂ. ബി എന്ന് പറയുന്ന സെറ്റിൽ ആ 1 ഉം ഇല്ല 2 ഉം ഇല്ല. അപ്പൊ ഇതിന്റെ സബ്സെറ്റ് അല്ല. എ നോട്ട് സബ്സെറ്റ് ആണ്, സബ്സെറ്റ് അല്ല. പക്ഷെ ബി നോക്കി നോക്കാം. ബിയിൽ എ എന്ന് പറയുന്നത് ഉണ്ട്, ബി എന്ന് പറയുന്നത് ഉണ്ട്. അതായത് 1 2 ഉണ്ട്, 1 2 ഉണ്ട്. ആൻഡ് ബി എന്ന് പറയുന്ന സെറ്റിലെ 2 അല്ല 3 4 5 3 4 5. അപ്പൊ ഏതാ സൂപ്പർ സെറ്റ്? യെസ്, സൂപ്പർ സെറ്റ് എന്ന് പറയുന്നത് സി ആണ്. സി ആണ് അതിലെ മെയിൻലി ആയിട്ടുള്ള സൂപ്പർ സെറ്റ്. ഓക്കെ, കിട്ടിയോ? ഇതാണ് സൂപ്പർ സെറ്റ്, ബി ആണ് സൂപ്പർ സെറ്റ്. ഓക്കെ, ഈ ഒരു സെറ്റുകൾ മനസ്സിലായത് ഒരു എലമെന്റിലുള്ള ആൾക്കാർ മറ്റേതെങ്കിലും ഒരു എലമെന്റിൽ ഉണ്ട് എങ്കിൽ, ഉദാഹരണത്തിന് എ എന്ന് പറയുന്ന ഒരു എലമെന്റിൽ, അല്ലെങ്കിൽ ഞാനിപ്പോ റിയൽ ലൈഫ് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ രണ്ടാൾക്കാരുണ്ട്. രണ്ടാൾക്കാരെയും കടയിലേക്ക് പറഞ്ഞയച്ചപ്പോൾ ഒരാളുടെ കയ്യിൽ തക്കാളി പച്ചമുളക്,
ഒരാളുടെ കയ്യിൽ തക്കാളി പച്ചമുളക് വാങ്ങിക്കൊണ്ടുവന്ന കേട്ടോ. ഒരാളുടെ കയ്യിൽ തക്കാളി പച്ചമുളക് ഞാനതൊന്ന് റൈറ്റ് ചെയ്ത് വെച്ചാൽ കുറച്ചുകൂടി തന്നു. നിങ്ങളുടെ വീട്ടിൽ രണ്ടാൾക്കാരെ പണിക്ക് പണിക്കുണ്ട്, കടയിലേക്ക് പറഞ്ഞു. ഇതാണ് ആള് നമ്പർ എ, ആള് നമ്പർ ബി. ആള് നമ്പർ എ പോയി വാങ്ങിയ കാര്യങ്ങളാണ് ഞാൻ അവിടെ പറഞ്ഞത്. ടൊമാറ്റോ, ചില്ലി, മുളക്, ഈസി. അല്ലെങ്കിൽ ഞാൻ ഇവിടെ മലയാളത്തിൽ തന്നെ റിയൽ ലൈഫ് അല്ലേ കമ്പയർ ചെയ്യണമെന്നുണ്ട്. തക്കാളി, മുളക്. ഇത് വാങ്ങി എ എന്ന് പറയുന്ന ഒരാള് തക്കാളി മുളകും വാങ്ങി. രണ്ടാമത്തെ ആള് വാങ്ങിയ കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. രണ്ടാമത്തെ ആള് വാങ്ങിയ കാര്യം സെയിം സാധനം, തക്കാളി വാങ്ങി, മുളക് വാങ്ങി, പഞ്ചസാര. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു ഒന്നാമത്തെ വ്യക്തിയാണോ അല്ലെങ്കിൽ രണ്ടാമത്തെ വ്യക്തിയാണോ സൂപ്പർ സെറ്റ്? സൂപ്പർ സെറ്റ് ഉദാഹരണം ഞാൻ നോക്കി, ഒരാൾക്കാരെ ഞാൻ കടയിലേക്ക് പറഞ്ഞു, അവര് വാങ്ങിയത് രണ്ടാൾക്കാരെ ഞാൻ കടയിലേക്ക് പറഞ്ഞു. അതിൽ ഒന്നാമത്തെ ആള് വാങ്ങിയത് തക്കാളിയും മുളകും വാങ്ങി, രണ്ടാമത്തെ ആള് തക്കാളിയും മുളക് പഞ്ചസാരയും വാങ്ങി. അപ്പൊ നോക്കാം, ഒന്നാമത് വാങ്ങിയിട്ടുള്ള ആളിലുള്ള രണ്ട് സാധനങ്ങൾ രണ്ടാമത്തെ ആള് വാങ്ങിയിട്ടില്ലേ? അപ്പൊ ഇതല്ലേ സൂപ്പർ സെറ്റ്? അല്ലെങ്കിൽ ഇത് എന്ന് പറഞ്ഞാൽ ഇതിലുള്ള ഒരു സബ്സെറ്റ് ആണ് എന്ന് പറയാം അല്ലേ? ഇതിൽ ഈ ഒരു എ എന്ന് പറയുന്ന ഒരാൾ വാങ്ങിയിട്ടുള്ള സാധനങ്ങൾ രണ്ടാമത്തെ ആൾ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ എന്താണ്? രണ്ടുപേരും എന്തോ ഒരു റിലേഷൻ ഉണ്ട്. അതാണ് അതായത് എ സബ്സെറ്റ് ഓഫ് ബി. എ എന്ന് പറയുന്ന എലമെന്റ്സ് മറ്റേതെങ്കിലും സെറ്റുകളിൽ ഉണ്ടെങ്കിൽ അത് സബ്സെറ്റ് ആയിരിക്കും. എ എന്ന് പറയുന്ന സെറ്റിലുള്ള എലമെന്റ്സിൽ രണ്ടാൾക്കാരുണ്ട്, തക്കാളി ഉണ്ട്, മുളകുണ്ട്. എ എന്ന് പറയുന്ന സെറ്റില് തക്കാളി മുളകുണ്ട്. അതേപോലത്തെ തക്കാളി മുളകും രണ്ടാമത്തെ ബി എന്ന് പറയുന്ന സെറ്റിൽ ഉണ്ടെങ്കിൽ അതെന്താ? എ സബ്സെറ്റ് ഓഫ് ബി എന്ന് നമുക്ക് പറയാം. എ സബ്സെറ്റ് ഓഫ് ബി. എയിലുള്ള ആൾക്കാരൊക്കെ ബിയിലുണ്ട്, അതുകൊണ്ട് എയിലുള്ള ആൾക്കാരൊക്കെ ബിയിലുള്ളത് കൊണ്ട് എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറയും. ഇത് ബി എന്ന് പറയുമ്പോൾ സൂപ്പർ സെറ്റും ബി എന്ന് പറയുമ്പോൾ സബ് സെറ്റും. ഓക്കെ, അത് കത്തിക്കണോ? അത് കത്തിയിട്ടുണ്ട് എന്നാണ് ഞാൻ തോന്നുന്നത്. ആൻഡ് നമുക്കൊരു ചോദ്യം ചെയ്യാം. ഈ ഒരു സബ്സെറ്റുകളെ എങ്ങനെ എഴുതാൻ പറയും ടീച്ചർ, അല്ലെങ്കിൽ എക്സാമിനേഷന് സബ്സെറ്റുകളെ എങ്ങനെ എഴുതാൻ പറയും? ഓക്കെ, സബ്സെറ്റുകളെ എഴുതാൻ പറയും. നമുക്ക് ആ സബ്സെറ്റുകളെ ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം. ഓക്കെ, ഞാനൊരു എ എന്ന് പറയുന്ന ഒരു സെറ്റ് എഴുതിയിട്ടുണ്ട്. അതിന്റെ ഒരു സെറ്റ് 1,2 എന്നാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. ആൻഡ് റൈറ്റ് സബ്സെറ്റ്സ്. ഇതിന്റെ ഈ എ എന്ന് പറയുന്ന സെറ്റിലെ സബ്സെറ്റുകൾ എഴുതാൻ പറയും. ഈ ഒരു സെറ്റ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. സെറ്റ് എ ഈസ് ഈക്വൽ ടു 1 സെറ്റ് 1 എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. ഇതിന്റെ സബ്സെറ്റുകൾ എഴുതാൻ പറയുമ്പോൾ നമുക്ക് അതിൽ എന്ത് ചെയ്യാൻ അറിയോ? മിനിമം എത്ര ഉണ്ടാവും അറിയോ? അത് കണ്ടുപിടിക്കാവുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്, 2n എന്ന് പറഞ്ഞൊരു വളരെ അടിപൊളിയായിട്ടുള്ളൊരു ഇക്വേഷൻ ഉണ്ട്. 2n എന്ന് പറഞ്ഞൊരു വളരെ അടിപൊളി ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. ഇത് കണ്ടുപിടിക്കാൻ സിമ്പിൾ ആണ്. 2n എന്നൊക്കെ പറയുമ്പോൾ വലിയ ഇതൊന്നുമില്ല. സിമ്പിൾ 2n. ഓക്കെ, n എന്താന്നൊക്കെ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കാം. ഫസ്റ്റ് തന്നെ സബ്സെറ്റ് ചെയ്തു. സബ്സെറ്റ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക ഇങ്ങനെ ഓരോന്നിനായിട്ടാണ്. ഓക്കെ, അപ്പൊ നോക്കാം. ഫസ്റ്റ് ഇതില് 2 എലമെന്റ്സ് ഇല്ലേ? 1ഉം 2ഉം. അപ്പൊ നമുക്ക് ഒരു സബ്സെറ്റ് ആണ്. ഏതാണോ സെറ്റ് അത് ഒരു സെറ്റിന്റെ സബ്സെറ്റ് ആണ്. അപ്പോ 1 കഴിഞ്ഞു. പിന്നെ രണ്ടാമത്തത് ഒന്നുമില്ലാത്തൊരു സെറ്റ് ഉണ്ടാവും, നൾ സെറ്റ് എന്നൊക്കെ പറയും. അതും ഇതിലുള്ളൊരു സബ്സെറ്റ്. പിന്നെ ഓരോന്നും ലിസ്റ്റ് ചെയ്താൽ മതി. 1, 2. ഇതാണ് ഇതിന്റെ സബ്സെറ്റ്. ഇങ്ങനെയാണ് ഇതിന്റെ സബ്സെറ്റുകൾ എഴുതേണ്ടത്. എ എന്ന് പറയുന്ന സെറ്റിന്റെ സബ്സെറ്റ് എഴുതാൻ പറഞ്ഞാൽ ഇതേപോലെ എഴുതാം. ആദ്യം ഏതാണോ തന്നിരിക്കുന്ന സെറ്റ് ഏതാണോ അത് നിങ്ങൾക്ക് എഴുതാം. തന്നിരിക്കുന്ന സെറ്റ് ഏതും ആയിക്കോട്ടെ. ഇപ്പൊ സെറ്റിന് 1, 2, 3, 4, 5 ആയിക്കോട്ടെ, അതെന്താണ് ഒരു സബ്സെറ്റ് ആണ്. ആൻഡ് പിന്നെ ആ സെറ്റിൽ ഒന്നും ഇല്ലെങ്കിൽ, ഒന്നും ഇല്ല എന്ന് കരുതുക, അതും എടുത്ത് എഴുതാൻ സബ്സെറ്റ് ആണ്. പിന്നെ ഓരോന്നിനും ഇങ്ങനെ ബ്രാക്കറ്റിൽ. അപ്പൊ ഈ 2n എന്ന് പറഞ്ഞാൽ 2 ഈ n എന്ന് സൂചിപ്പിക്കുന്നത് ഒരു സെറ്റിൽ തന്നിരിക്കുന്ന സെറ്റിൽ എത്ര എലമെന്റുകൾ ഉണ്ട് എന്നാണ്. എലമെന്റ് ആകുമ്പോൾ ഉദാഹരണത്തിന് ഇതിന്റെ 4 കിട്ടുക. അത് കിട്ടാൻ, അതായത് ഉദാഹരണം നമുക്ക് അറിയില്ല എത്ര കിട്ടാണ്, അത് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണ് 2n എന്ന് പറയുന്നത്. നോക്കാം,
2 n എന്ന് പറഞ്ഞ ഇവിടെ എത്ര 1 2 2 എലമെന്റ്സ് ആണ്. അപ്പൊ നോക്ക് 2ന്റെ സ്ക്വയർ എത്ര 2 സ്ക്വയർ 4 2 സ്ക്വയർ 4 ഈ 4 എലമെന്റ്സ് ആണ് നമ്മുടെ സബ്സെറ്റിൽ ഉണ്ടാവുക. നമുക്ക് 1 2 3 4 എലമെന്റ് കിട്ടിയില്ലേ? അതാണ് എന്ത് നമ്മുടെ ഈ ഒരു സബ്സെറ്റുകളുടെ. നമുക്ക് കുറച്ചുകൂടി ഒന്ന് ഹൈ ലെവലിൽ ചെയ്ത് നോക്കാം. കുറച്ചുകൂടി ഒന്ന് ഹൈ ലെവലിൽ ചെയ്ത് നോക്കാം. കുറച്ചുകൂടെ ഒന്നുകൂടെ സബ്സെറ്റ് ഒന്ന് സെറ്റ് ആക്കട്ടെ. എ സബ്സെറ്റ് ഓഫ് ബി, എയിലുള്ള എലമെന്റ്സ് ഒക്കെ ബിയിലുണ്ടെങ്കിൽ അത് സബ്സെറ്റ് ആണ്. ബി അപ്പൊ എന്താണ് സബ്സെറ്റ്. ഓക്കെ, ഞാൻ ഒരു ചോദ്യം കൊടുത്തരാം. എ എന്ന് പറഞ്ഞത് 1 2 3. യെസ്, ഇതൊന്ന് ചെയ്യാൻ പറ്റുമോ നോക്കാം. നമുക്ക് നോക്കാം. ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ എത്ര എലമെന്റ് ഉണ്ടാവും ഇതിൽ, എത്ര സബ്സെറ്റുകൾ ഉണ്ടാവും. 2n or 2 raised to 3. 2 raised to 3 എന്ന് പറയുമ്പോൾ നമുക്ക് 2 into 2 into 2 നോക്കണം. ആർ ദാറ്റ് ഈസ് നമുക്ക് 4 ചെയ്ത് നോക്കാം. ആൻഡ് 4 into 2 ഇതെങ്ങനെ ചെയ്യുന്നത് ഇത് പറയാം കേട്ടോ. സിമ്പിൾ ആണെങ്കിൽ സിമ്പിൾ ആയിട്ട് പറയാം. ആൻഡ് 4 into 8 സബ്സെറ്റുകൾ ഉണ്ടാവും. 8 സബ്സെറ്റുകൾ ഉണ്ടാവും. ഓക്കെ, 8 സബ്സെറ്റുകൾ ഉണ്ടാവും ഇതിലേക്ക്. നമുക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട് എലമെന്റ് ഈ ഒരു തന്നിട്ടുള്ള സെറ്റ് ഏതാണ് അതിന്റെ ഒരു എലമെന്റ് ആണ് പറഞ്ഞത്. 1 2 അതിന്റെ ഒരു എലമെന്റ് ആണ് പറഞ്ഞു. പിന്നെ ഒന്നും ഇല്ലാത്തൊരു സെറ്റ് എലമെന്റ് ആണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അടിപൊളി. ഇനി നമുക്ക് ഓരോന്നിനെ വൃത്തികേക്കുക. 1 2 അത് ഓരോന്നിനും ഓരോ സെറ്റുകളാക്കി ഇവിടെ. ഇത് 1 2 3 8 എണ്ണായോ? 1 2 3 4 5 എണ്ണായിട്ടുള്ളൂ. 5 എണ്ണായിട്ടുള്ളൂ. ഇനി ഇഷ്ടം പോലെ എഴുതാനുണ്ട്. ഓക്കെ, ഇനി ഇഷ്ടം പോലെ എഴുതാനുണ്ട്. അവിടെ നമുക്ക് ഓരോന്ന് സെറ്റ് ചെയ്യാം. സമയത്ത് നോക്കാം. നെക്സ്റ്റ് നോക്കാം. നടക്കൂല. ഇനിയുണ്ട്, സിമ്പിളാ. ഇനി നമുക്ക് രണ്ടെണ്ണീച്ച ഇരിക്കൂടെ? രണ്ടെണ്ണീച്ച. ഓക്കെ, ഒന്നും നമുക്ക് എഴുതാം, രണ്ടും എഴുതാം. ഒന്നും എഴുതാം, രണ്ടും എഴുതാം. പിന്നെയോ ഒന്നും എഴുതാം, മൂന്നും എഴുതാം. ഇല്ലേ? ഒന്നും എഴുതാം, മൂന്നും എഴുതാം. ഓക്കെ, ഒന്നും എഴുതാം, മൂന്നും എഴുതാം. പിന്നത്തെ കേസ് രണ്ടും എഴുതാം, മൂന്നും എഴുതാം. രണ്ടും എഴുതാം, മൂന്നും എഴുതാം. അപ്പൊ നോക്കി കഴിഞ്ഞു. 1 2 3 4 8 ആയില്ലേ? ദാറ്റ്സ് ഇറ്റ്, കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ ചോദിക്കും 3ഉം 2ഉം എഴുതി കൂടെ? നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. അത് നേരെ തല തിരിച്ചാണ് ഇത്. ഓർഡർ ഡിഫറെന്റ് ആണെന്നേ ഉള്ളൂ, വലിയ കുഴപ്പമില്ല. നമുക്ക് 8 സബ്സെറ്റുകൾ കിട്ടി. ദാറ്റ് ഈസ് ഇത്രയേ ഉള്ളൂ നമ്മൾ ഈ ഒരു സബ്സെറ്റുകളുടെ കേസ്. സബ്സെറ്റുകളുടെ കേസ് ചെയ്യാൻ പറ്റുള്ളൂ. സബ്സെറ്റുകളുടെ കേസ് ചെയ്യാൻ ഇത്രയേ ഉള്ളൂ. ആണ്ടാ, സബ്സെറ്റുകൾ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ സബ്സെറ്റുകളുടെ കേസ്. ആൻഡ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് നമ്മളോടൊപ്പം ഇങ്ങനെ ഒരു ചോദ്യം ചെയ്ത് എല്ലാം പഠിച്ച് അടിപൊളിയാവും. അപ്പൊ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു. എ സബ്സെറ്റ് ഓഫ് ബി, എ എന്ന് പറയുന്ന എലമെന്റ്സ്, എ എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റ് ഒക്കെ, എ എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റുകളൊക്കെ ബി എന്ന് പറയുന്ന സെറ്റിൽ ഉണ്ടെങ്കിൽ, ബി എന്ന് പറയുന്ന സെറ്റിൽ ഉണ്ടെങ്കിൽ 1, 2, 3 ഉണ്ടെങ്കിൽ അതിനുള്ള എലമെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇത് സൂപ്പർ സെറ്റും ഇത് സബ്സെറ്റുമായിരിക്കും. ഇത് സൂപ്പർ സെറ്റും മറ്റൊരു സബ്സെറ്റുമായിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ്. അപ്പൊ നമ്മൾ ഇന്ന് ഇത്രയും നമ്മൾ പഠിക്കുന്നുള്ളൂ. അപ്പൊ നമ്മൾ ഫൈനലി നമ്മൾ സബ്സെറ്റുകളുടെ ഭാഗവും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ആൻഡ് നമുക്ക് പിന്നീട് നെക്സ്റ്റ് പഠിക്കാനുള്ളത് റിയൽ നമ്മുടെ ഇന്റർവെൽസിനെ കുറിച്ചാണ് നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത്. നമ്മൾ ഇനി അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നുണ്ടോ? ഓക്കെ. നമ്മൾ അതിനു മുമ്പ് ചെറിയൊരു കാര്യമുണ്ട്. ഒരു പ്രോപ്പർ ഉണ്ട്, ഇംപ്രോപ്പർ ഉണ്ട്. അതുകൂടെ ഒന്ന് നോക്കാനുണ്ട് നമുക്ക്. അതും നമുക്കൊന്ന് നോക്കാനുണ്ട് എന്നാണ്. അതൊരു ഇമ്പോർട്ടന്റ് കാര്യം. അപ്പൊ ചോദിക്കും ഇതിൽ എത്ര പ്രോപ്പർ സബ്സെറ്റുകൾ ഉണ്ട് എന്നൊക്കെ ചോദിക്കും. ഞാനിപ്പോ ഉദാഹരണത്തിന് എ എന്ന് പറയുന്ന ഒരു സെറ്റിലുള്ള സബ്സെറ്റുകൾ, അല്ലെങ്കിൽ എ എന്ന് പറയുന്ന സെറ്റിനായിരുന്നു 1, 2 എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം ഇതിൽ നിന്ന് എന്ത് ചെയ്യണം എന്നറിയോ? ഇതിൽ എത്ര പ്രോപ്പർ, ഇംപ്രോപ്പർ അല്ല, പ്രോപ്പർ സബ്സെറ്റ്, ഇതിൽ എത്ര പ്രോപ്പർ സബ്സെറ്റുകൾ ഉണ്ട് എന്ന് ചോദിക്കും. അതുകൂടി വിട്ടു. പ്രോപ്പർ സബ്സെറ്റ്, എത്ര പ്രോപ്പർ സബ്സെറ്റ് ഉണ്ട് എന്ന് ചോദിക്കും. അപ്പൊ നമ്മൾ ഏതെങ്കിലും അറിയോ? ആദ്യം ഇതിന്റെ സബ്സെറ്റുകൾ എഴുതാം. നൾ സെറ്റ്, സാധാ സെറ്റ് ആൻഡ് സെറ്റ് 1. ഓക്കെ, 4 സെറ്റാണ്. അപ്പം ഇതിൽ പ്രോപ്പർ ആയിട്ടുള്ള സബ്സെറ്റുകൾ എന്നാൽ ഇത് പ്രോപ്പർ അല്ല. ഈ ഒരു ശരിക്കും നമുക്ക് തന്നിട്ടുള്ള സെറ്റ് തന്നെ നമ്മൾ താഴത്തേക്ക് എടുത്ത് എഴുതിയിട്ടില്ലേ? അതൊരു സബ്സെറ്റ് ആണ്, പക്ഷെങ്കിൽ അതൊരു പ്രോപ്പർ ആയിട്ടുള്ള സബ്സെറ്റ് അല്ല. നമുക്ക് എഴുതാം, തെറ്റിടൂല.
അതൊരു അതൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു സെറ്റാണ്, പ്രോപ്പർ ആയിട്ടുള്ള ഒരു സബ്സെറ്റ് അല്ല. അപ്പൊ നമുക്ക് പ്രോപ്പർ സബ്സെറ്റ് എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ അപ്പൊ 1 2 3 അത് എങ്ങനെ മനസ്സിലാക്കാം? 2n-1 അതാണ് പ്രോപ്പർ സബ്സെറ്റ്. ഇത് എത്ര പ്രോപ്പർ സബ്സെറ്റ് എത്ര ഉണ്ട് എന്ന് പറയും. പ്രോപ്പർ ഇതൊരു എക്സാമ്പിൾ ഓഫ് ഇംപ്രോപ്പർ അതൊരു പ്രോപ്പർ അല്ലാത്തൊരു സബ്സെറ്റ് ആണ്. ഇവിടെ തന്നെ നിർത്തിയിട്ടല്ലേ, ഓക്കെ, കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ എന്ത് ചെയ്താൽ മതി. പ്രോപ്പർ സബ്സെറ്റ് എത്ര ഉണ്ട് അല്ലെങ്കിൽ ഇംപ്രോപ്പർ എല്ലാം കൂടി നോക്കുകയാണെങ്കിൽ, എല്ലാം കൂടി എത്ര സബ്സെറ്റ് നോക്കുകയാണെങ്കിൽ 2n-ഉം ഇനി പ്രോപ്പർ ആയിട്ടുള്ളത് മാത്രമാണെങ്കിൽ 2n-1 എന്ന് ചെയ്ത് നോക്കാം. ദാറ്റ് ഈസ് നമ്മുടെ ഇന്ന് ഇത്രേ പഠിക്കുന്നുള്ളൂ. നമ്മൾ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ മൈൻഡ് അപ്പ് ചെയ്യാണ്. സോ അടിപൊളിയായിട്ട് നിങ്ങൾ ചെയ്യുക, ഓരോ കാര്യങ്ങളും വളരെ വൃത്തിയായിട്ട് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ആൻഡ് നമുക്ക് നെക്സ്റ്റ് ഇനി ഇന്റർവെൽ എന്ന് പറയുന്ന ഭാഗത്തേക്ക് നമുക്ക് കിടക്കാം. വളരെ ഈസി ആൻഡ് പെർഫെക്റ്റ് ആയിട്ട് നമുക്കിനി ഇന്റർവെൽസ് എന്ന് പറയുന്ന ഭാഗത്തേക്ക് കിടക്കാം. ഓക്കെ, എല്ലാവർക്കും ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്. നമ്മുടെ സബ്ജക്റ്റുകളുടെ കേസ് കഴിഞ്ഞ് നമുക്ക് ഇനി ഇന്റർവെൽസിനെ കുറിച്ച് പഠിക്കാം. വളരെ ഈസി ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ അടിപൊളിയാണ്, അടിപൊളി സൂപ്പർ. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അടിപൊളി. ഓക്കെ, ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.